നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ വൻ ട്വിസ്റ്റുകൾ. അസം സ്വദേശി അമിത് പറയുന്ന മൊഴിക്കനുസരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടെ കൊലപാതകം നടത്തിയതിനു ശേഷം ആ വീട്ടിൽ നിന്ന് അമിത് മോഷ്ടിച്ചത് CCTV ദൃശ്യങ്ങളുടെ ഹാർഡ് ഡിസ്ക് ആയിരുന്നു. ആ ഹാർഡ് ഡിസ്ക് നശിപ്പിക്കുന്നതിനുള്ള നീക്കവും പ്രതി നടത്തി. വിജയകുമാറിന്റെ വീടിന് കുറച്ചകലെയുള്ള പള്ളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തോട്ടിലേക്ക് ഈ ഹാർഡ് ഡിസ്കുകൾ വലിച്ചെറിഞ്ഞു എന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് പോലീസ് അമിതുമായി അവിടെ എത്തുകയും അമിത് പറഞ്ഞ അതേ സ്ഥലത്ത് പോലീസ് അവിടുത്തെ കുറച്ച് നാട്ടുകാരെ ഇറക്കി ഇത് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഹാർഡ് ഡിസ്കുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ തോടെന്ന് പറയുന്നത് അധികം ഒഴുക്കില്ലാത്ത, എന്നാൽ അധികം വെള്ളമൊന്നുമില്ലാത്ത ഒരു തോടായിരുന്നു. എങ്കിലും ചെളിയും പായലും ഒക്കെ നിറഞ്ഞു കിടന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ കുറച്ചധികം പണിപ്പെട്ടിട്ടാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് പരിശോധന നടത്തിയതും ഹാർഡ് ഡിസ്കുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തത്. തുടക്കത്തിൽ പോലീസിന് ഒരു സംശയമുണ്ടായിരുന്നു. അതായത് അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയാണോ അമിത് ഇത്തരത്തിലൊരു മൊഴി നൽകിയത് എന്നുള്ള സംശയമൊക്കെ ഉടലെടുത്തിരുന്നുവെങ്കിലും പോലീസ് കൃത്യമായി തന്നെ അവിടെ പരിശോധന നടത്തുകയായിരുന്നു. ഒടുവിൽ ആ ഹാർഡ് ഡിസ്കുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കേസിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ തെളിവ് കൂടിയാണ് ആ ഹാർഡ് ഡിസ്കുകൾ. മറ്റാരെങ്കിലും ആ വീട്ടിലേക്ക് എത്തിയിരുന്നോ? അമിത് മാത്രമാണോ ഉണ്ടായിരുന്നത്? അമിത്തിന്റെ കൂടെ ഏതെങ്കിലും പങ്കാളികൾ ഉണ്ടായിരുന്നോ? തുടങ്ങിയ എല്ലാ നിർണായക വിവരങ്ങളും പോലീസിന് ലഭിക്കണമെങ്കിൽ ഈ ഹാർഡ് ഡിസ്ക് കിട്ടണമായിരുന്നു. അത്തരത്തിൽ പോലീസിന് വലിയൊരു തലവേദനയാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത്. ആ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിക്രൂരമായ കൊലപാതകമാണ് അമിത് നടത്തിയത്. പക്ഷേ ഇത് ഒറ്റയ്ക്കാണോ നടത്തിയത് എന്നുള്ളതിലൊരു സംശയമുണ്ടായിരുന്നു. കാരണം അമിതിന് ചില സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അമിതിന്റെ സഹോദരന്റെ പേരും ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മറ്റ് ചില സംശയങ്ങൾ കൂടി ഉടലെടുക്കുന്നത് അമിത് തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം അമിതിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും അമിതിനെതിരെ പോലീസിൽ കേസ് കൊടുക്കുന്നതും അമിത് ജയിലിലാകുന്നതുമാണ് വൈരാഗ്യത്തിന്റെ തുടക്കമായി പോലീസ് പറയുന്നത്. പക്ഷേ അമിത് അന്ന് വിജയകുമാറിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു. പക്ഷേ ആ വീട്ടിൽ നിന്ന് അമിത് എടുത്തത് ഫോണായിരുന്നു മോഷ്ടിച്ചത്. ആ വീട്ടിൽ പണത്തിന് വേണ്ടിയാണ് അമിത് മോഷണം നടത്തിയതെങ്കിൽ അവിടെ നിന്ന് സ്വർണമോ പണമോ അല്ലെങ്കിൽ മറ്റു വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ ആ വീട്ടിലുണ്ട്. അതൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ അതൊന്നും എടുക്കാതെ ഫോൺ മാത്രമാണ് അമിത് അന്ന് കൈക്കലാക്കിയത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഫോൺ എടുത്തത് എന്നുള്ളതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് വിജയകുമാറിന്റെ മകൻ കൊല്ലപ്പെട്ടതുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. അതായത് ദുരൂഹ സാഹചര്യത്തിലാണ് ഗൗതം വിജയകുമാർ കൊല്ലപ്പെടുന്നത്. മകൻ ഗൗതം മരിച്ചതിന് ശേഷം വിജയകുമാർ വലിയ ഒരു നീണ്ട നിയമ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നു. അതായത് ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇത് ഗൗതമിന്റേത് ആത്മഹത്യയാക്കി ചിത്രീകരിക്കുകയും കേസ് അങ്ങനെ തള്ളിക്കളയാനും നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ എത്തിയതോടെ കഴുത്തു മുറിഞ്ഞാണ് ഗൗതം മരിച്ചത് എന്നൊക്കെ നമ്മൾ മുൻപ് സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ നിരവധി ദുരൂഹതകൾ കോടതിക്കും തോന്നിയതോടുകൂടി തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. പിന്നീട് CBI കേസ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. അമിതിനെ ഈ പറയുന്ന ഗൗതമിന്റെ കൊലയാളികൾ വിലക്കെടുത്തോ എന്നുള്ളൊരു ചോദ്യവും കൂടി, ഒരു സംശയവും കൂടി ഉയർന്നു വരുന്നുണ്ട്. ബന്ധുക്കളും അത് ആവർത്തിച്ചു പറയുന്നുണ്ട്. അതായത് ആ ഫോണിൽ അന്ന് അമിത് മോഷ്ടിച്ച ആ ഫോണിൽ നിന്ന് ചില തെളിവുകളൊക്കെ നശിപ്പിച്ചിരുന്നു. അതായത് ചില ഫോൺ കോളുകൾ, അതിന്റെ റെക്കോർഡ് ചെയ്ത ചില സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ ചില കോണ്ടാക്ട് നമ്പറുകൾ, അത്തരത്തിൽ ചിലതൊക്കെ അന്ന് ആ ഫോണിൽ നിന്ന് നശിപ്പിച്ചിരുന്നു. അപ്പോൾ മോഷണത്തിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പണത്തിനോ മറ്റ് സ്വർണത്തിനോ വേണ്ടിയാണെങ്കിൽ അമിത് ഇതിൽ വലിയ ഒരു മോഷണമായിരിക്കുമല്ലോ നടത്തേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് ഫോൺ മാത്രമാണ് പോയത് ആ വീട്ടിൽ നിന്ന്. തുടർന്നാണ് ഈ പറയുന്ന അമിത് ജയിലിലാകുന്നതുമൊക്കെ. പക്ഷേ അമിതിനും ഒരു വലിയ പക ഈ കുടുംബത്തോടുണ്ടായിരുന്നു. കാരണം ജയിലിലായതോടുകൂടി അമിതിന്റെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു. അത്തരത്തിലൊരു പകയുടെ ഒരു വഴി കൂടി ഇവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഗൗതമിന്റെ കൊലപാതകവുമായി അതിൽ ഉൾപ്പെട്ട ആൾക്കാരുമായി ഈ പറയുന്ന അമിത് ഇപ്പോൾ നടത്തിയ കൊലപാതകത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അന്വേഷണ വിധേയമാക്കേണ്ടതുമാണ്. പോലീസ് ഒരു ഘട്ടത്തിലും ആ ഒരു സംഭവം തള്ളിക്കളയാൻ പാടില്ല.
തന്നെയുമല്ല മറ്റ് ചില സംശയങ്ങൾ കൂടി ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് മോഷ്ടിക്കണം, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആരാണ് അമിതിന് പറഞ്ഞു കൊടുത്തത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം അത്രത്തോളം വലിയ പഠിപ്പോ വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഒന്നുമുള്ള ആളല്ല ഈ അമിത് എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്, അതും ഒരു അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. പിന്നീട് ഈ തെളിവ് നശിപ്പിക്കുന്നതിനൊക്കെ ഇയാൾക്ക് ആരുടെയെങ്കിലും സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇതിന്റെ ഒരു വശങ്ങളും സംശയത്തിന് തോന്നുന്ന ഒരു വശങ്ങളും പോലീസ് വിട്ടുകളഞ്ഞുകൂടാ, അന്വേഷണ വിധേയമാക്കുക തന്നെ വേണം. അമിത് മാത്രമായിട്ടാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന് ചോദിക്കാൻ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. സംശയിക്കേണ്ട കാര്യം തന്നെയാണത്. കാരണം വിജയകുമാറിനെ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത് ഹാളിലാണ്, മീര മുകളിൽ മുറിയിലായിരുന്നു. അപ്പോൾ വിജയകുമാറിനെ ആക്രമിക്കുകയാണെങ്കിലും ഇയാൾ നിലവിളിക്കും. അപ്പോൾ ഉറപ്പായും മീര അത് കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിനെ തടുക്കാനുള്ള ശ്രമമോ എന്തെങ്കിലും നീക്കമോ മീരയും നടത്തിയേക്കാം. എന്നാൽ അത്തരത്തിലുള്ള പിടിവലികളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അതും ഒരു സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരാൾക്ക് രണ്ടുപേരെ എങ്ങനെ പെട്ടെന്ന് തന്നെ കൊലപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത്. കാരണം വിജയകുമാറും ഈ പറയുന്ന മീരയും ഒക്കെ അത്യാവശ്യം ശരീരവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ തടയാനും ഒക്കെ ഒരു ബലപ്രയോഗത്തിനുള്ള സാധ്യതകളും ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷേ അതിന്റെ ഒന്നും തെളിവുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അമിതിന് മാത്രമാണോ ഇതിൽ പങ്കുള്ളത് എന്നതും ഏറ്റവും പ്രസക്തം തന്നെയാണ്. കേസിൽ ഇപ്പോൾ അമിതിന്റെ സഹോദരന്റെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊലപാതകത്തിൽ പ്രതി അമിതിന് മാത്രമാണ് നേരിട്ട് പങ്കുള്ളതെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും എന്നാൽ പ്രതി മാളയിലേക്ക് പോയത്, അതായത് കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ മാളയിലേക്കാണ് പോയത്. അവിടെയാണ് അമിതിന്റെ സഹോദരനുള്ളത്. കൂടാതെ പ്രതിക്ക് പുറമെ മറ്റു 3 പേരെയും പോലീസ് കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. പ്രതിയുടെ സഹോദരനും മറ്റ് 2 സ്ത്രീകളുമാണ് ഇവർ. നേരത്തെയുള്ള കേസിൽ പ്രതിയെ ജാമ്യത്തിൽ ഇറക്കിയത് ഈ 2 സ്ത്രീകളാണ്. പണം വാങ്ങി ജാമ്യത്തിൽ ഇറക്കുന്നവരാണ് ഈ സ്ത്രീകളെന്ന് പോലീസ് പറയുന്നു. ഇവർക്ക് ആരാണ് അമിതിനെ ജാമ്യത്തിൽ ഇറക്കാൻ പണം കൊടുത്തത്? എന്താണ് ഇവർക്കും അമിതുമായിട്ടുള്ള ബന്ധം? അത്തരത്തിൽ നിരവധി സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീകളുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കൃത്യമായ ആസൂത്രിതം നടപ്പിലാക്കിയ ശേഷമാണ് പ്രതി കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങൾ ആസൂത്രണം നടത്തിയെന്നാണ് വിവരങ്ങൾ. ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ നഗരത്തിലെ ഒരു ലോഡ്ജിലാണ് അമിത് താമസിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടെ പലതവണ വിജയകുമാറിന്റെ വീടിന്റെ പരിസരത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ ലോഡ്ജിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തു. വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. രാത്രിയോടെയാണ് കൊലപാതകം നടത്താൻ പോയത്. ലോഡ്ജിൽ നിന്ന് അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ വിജയകുമാറിന്റെ മകന്റെ മരണവുമായി പ്രതിക്ക് പങ്കില്ലെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ബന്ധുക്കൾ അത് അന്വേഷണ വിധേയമാക്കണമെന്ന് തന്നെ ആവർത്തിക്കുകയാണ്. അറസ്റ്റിലുള്ള പ്രതിയിൽ നിന്ന് CBI സംഘവും വിവരങ്ങൾ ശേഖരിക്കും. പ്രതി അമിതിനെ ചോദ്യം ചെയ്യുന്നതിനായി വിജയകുമാറിന്റെ മകൾ ഗൗതമിന്റെ മരണം അന്വേഷിക്കുന്ന CBI സംഘം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ അവരും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.